എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചന മസാലയാണ്. നോർത്ത് ഇന്ത്യൻ കറിയായ ഈ ഒരു കറി വളരെ രുചിയേറിയ ഒരു കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 1 കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഇനി ഒന്ന് ഉപ്പ് ചേർത്ത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതവിടെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കണം. വെളിച്ചെണ്ണക്ക് പകരം വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഇതിൽ കടുക് പൊട്ടിക്കുന്നില്ല, ചെറിയ ജീരകമാണ് പൊട്ടിച്ചെടുക്കുന്നത്. 2 വറ്റൽമുളകും കീറിയിട്ട് കൊടുക്കാം. അതിനുശേഷം സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ഒന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി മൂപ്പിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ കടല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കടല ആ ഒരു ചാറോട് കൂടി തന്നെ ആ മസാലയിൽ ഒഴിച്ചു കൊടുക്കുക. മുഴുവനും കടല ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കടല മാറ്റി വെക്കണം. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇത് നമുക്ക് അരച്ചെടുത്ത് വരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ കടല ആ മസാലയിൽ നിന്ന് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ അരച്ചെടുത്ത കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്താൽ കറി നല്ല തിക്കായ ഗ്രേവി കിട്ടും. കൂടാതെ നല്ലൊരു രുചിയുമായിരിക്കും. നമ്മുടെ കറി ഏറെക്കുറെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചന മസാല റെഡിയായി. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭട്ടൂരയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം ഈ ഒരു കറി നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്നിവിടെ പത്തിരിയുടെ കൂടെയാണ് ഈ ഒരു ചന മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും വരാം. താങ്ക് യു.